കാറ്റിന്റെ ഈ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും ഹൃദയപൂർവ്വമായ സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന പ്രധാനപ്പെട്ട വിഷയം കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ട അതേ വിഷയങ്ങൾ തന്നെയാണ്. പരിശുദ്ധ ത്രിത്വത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ നിങ്ങൾ തീർച്ചയായും അത് ഓർക്കുന്നുണ്ടെന്ന് വിചാരിക്കുകയാണ്. പരിശുദ്ധ ത്രിത്വത്തെ കഴിഞ്ഞ ക്ലാസ്സുകളിലൂടെ അച്ഛൻ ത്രിത്വത്തിൻ്റെ രഹസ്യം എപ്രകാരമാണ് വെളിപ്പെട്ടത് തുടങ്ങിയ കാര്യങ്ങൾ നമ്മുടെ മുമ്പിൽ ചർച്ചയ്ക്ക് വേണ്ടി വെച്ചിരുന്നു. നിങ്ങൾ കൂടുതൽ കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ സംശയങ്ങൾ ഉണ്ടായതിനാൽ ചോദിച്ചിരുന്നു. അന്ന് സമയക്കുറവായതിനാൽ നമ്മൾ ആ വിഷയത്തെ അന്ന് അവിടെ പെട്ടെന്ന് വൈൻഡപ്പ് ചെയ്യുകയാണ് ചെയ്തത്. ഇന്ന് വീണ്ടും ആ ക്ലാസ് നമുക്ക് വേണ്ടി എടുത്ത് നമ്മുടെ കൂടുതൽ സംശയങ്ങൾ പരിഹരിക്കാൻ വേണ്ടി ഇന്ന് നമ്മോടൊപ്പം ആയിരിക്കുന്നത് CBCI ദേവീശാസ്ത്ര കമ്മീഷൻ സെക്രട്ടറിയും തലശ്ശേരി ആൽഫ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടറുമായ റെവറൻഡ് ഡോക്ടർ ജോസഫ് പാംബ്ലാനി അച്ഛനാണ്. അച്ഛനെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ഈ എപ്പിസോഡിൽ പരിശുദ്ധ ത്രിത്വത്തെക്കുറിച്ചുള്ള ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തുകൊണ്ട് കൂടുതൽ സംശയങ്ങളും നിങ്ങൾ പഠിക്കുവാൻ വേണ്ടി എത്തിച്ചേർന്നിരിക്കുന്നത് ചെമ്മന്തൊട്ടി സെൻറ്റ് ജോർജ് സൺഡേ സ്കൂളിലെയും നടുവിൽ സെൻറ്റ് മേരി സൺഡേ സ്കൂളിലെയും മതാധ്യാപകരാണ്. നിങ്ങളെയും ഹൃദയപൂർവ്വം ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്ത കാര്യങ്ങൾ തീർച്ചയായും നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും. ആ വിഷയത്തെ ഒന്നുകൂടി നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി സ്നേഹപൂർവ്വം അച്ഛനെ സ്വാഗതം ചെയ്യും. ശാലോമിൻ്റെ പുതിയ പ്രേക്ഷകർ കഴിഞ്ഞ എപ്പിസോഡുകളിൽ പങ്കെടുക്കാൻ കഴിയാത്തവരുടെയും കൂടി അറിവിലേക്കാണ് പരിശുദ്ധ ത്രിത്വത്തെക്കുറിച്ച് സാർവത്രിക സഭയുടെ മതബോധന ഗ്രന്ഥം അവതരിപ്പിക്കുന്ന സത്യങ്ങളെ സംക്ഷിപ്തമായി പറയാനാണ് ഈ വേദി ഉപയോഗപ്പെടുത്തുക. പരിശുദ്ധ ത്രിത്വം ദൈവം ഏകനാണ്, എങ്കിലും ദൈവം ഏകാന്തനല്ല. കാരണം ഏകത്വവും ഏകാന്തതയും വ്യത്യസ്തങ്ങളാണ്. ഏകത്വം അത് കൂട്ടായ്മയെ സൂചിപ്പിക്കുമ്പോൾ ഏകാന്തത വൈയക്തികതയെ, ഒറ്റപ്പെടലിനെ സൂചിപ്പിക്കുന്നു. ദൈവം ഒറ്റപ്പെട്ടവനല്ല, ദൈവം കൂട്ടായ്മയാണ്. അത് നമുക്ക് വെളിപ്പെട്ട് കിട്ടിയത് ഈശോ മിശിഹാ ഈ ഭൂമിയിൽ മനുഷ്യനായി അവതരിച്ചപ്പോഴാണ്. ഈശോയാണ് വന്ന് പറഞ്ഞത്, എൻ്റെ പിതാവ് സ്നേഹമാണ്, എൻ്റെ പിതാവ് സ്നേഹപിതാവാണ്, എൻ്റെ പിതാവെല്ലാം എന്നെ ഭരമേൽപ്പിച്ചിരിക്കുന്നു, ഞാനും പിതാവും ഒന്നാണ്. ഇല്ലേ? ഞാൻ പിതാവിൻ്റെ അടുക്കലേക്ക് പോകുമ്പോൾ പിതാവ് മറ്റൊരു സഹായകനെ, അതായത് ഈശോയെ പോലെയുള്ള ഒരു സഹായകനെ നിങ്ങളുടെ അടുക്കലേക്ക് അയക്കും. പാറക്ലേത്തോസ്, അതായത് പരിശുദ്ധാത്മാവിനെ അയക്കും. ഇങ്ങനെ ഈശോ പഠിപ്പിച്ചപ്പോഴാണ് പഴയ നിയമത്തിൽ ദൈവത്തിൻ്റെ ഏകത്വത്തിനായിരുന്നു പ്രാധാന്യമെങ്കിൽ ഈശോയുടെ പ്രബോധനങ്ങളിലൂടെ നമുക്ക് മനസ്സിലായി ഈ ദൈവത്തിൻ്റെ ഏകത്വം ഒരു കൂട്ടായ്മയാണ്. ആ കൂട്ടായ്മയിൽ പിതാവുണ്ട്, പുത്രനുണ്ട്, പരിശുദ്ധാത്മാവുണ്ട്. അതായത് ഈശോ ഇപ്രകാരം സത്യം സത്യമായും വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഇല്ല എങ്കിൽ ആദിമസഭ അതിൻ്റെ ഏറ്റവും തീവ്രമായ പീഡാനുഭവങ്ങളിലൂടെ കടന്നുപോയത് ഈ ഒരൊറ്റ വിഷയത്തിൻ്റെ പേരിൽ. യഹൂദരുമായി ഒരു പ്രശ്നവും ക്രിസ്തുമതത്തിനുണ്ടാകുമായിരുന്നില്ല. ദൈവത്തിൻ്റെ പുത്രനാണ് ഈശോ എന്നും ദൈവത്തിൽ മൂന്നാളുണ്ടെന്നും ക്രിസ്ത്യാനികൾ പറയാൻ തുടങ്ങിയ അന്ന് മുതലാണ് യഹൂദർ ചൂരലെടുത്ത്. അതുവരെയും അവർക്കൊരു പ്രശ്നവും ഇല്ല. യഹൂദരും ക്രിസ്ത്യാനികളും തമ്മിൽ വളരെ ലോഹ്യത്തിലാണ്. വരാനിരിക്കുന്ന മിശിഹായെക്കുറിച്ചുള്ള പ്രബോധനങ്ങൾ, ഇതാ മിശിഹ വന്നു, യേശുവിലാണ് മിശിഹ അവതീർണനായത് എന്നൊക്കെ പറയുന്നതിനോട് അവർക്ക് വലിയ വിരോധമൊന്നുമില്ല. പലരും ഇങ്ങനെ ഇടക്കാലത്ത് മിശിഹ ആയിട്ടൊക്കെ വരാറുണ്ട്. ഏതാ മിശിഹ എന്നുള്ളൊരു സന്നിഗ്ധത അവർക്കുണ്ടെന്നുള്ളതിനപ്പുറത്ത് വേറെ പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഇവൻ ദൈവപുത്രനാണ് എന്ന് പറഞ്ഞതോടെ, ദൈവം ത്രിത്വമാണെന്ന് പറഞ്ഞതോടെയാണ് ആദിമസഭ പീഡാനുഭവങ്ങളിലൂടെ കടന്നുപോയത്. പീഡാനുഭവകാലം കഴിഞ്ഞിട്ടും സഭയിൽ ഈ പ്രതിസന്ധി തീർന്നില്ല. സഭയ്ക്ക് സ്വാതന്ത്ര്യം കിട്ടിയ കോൺസ്റ്റന്റൈൻ്റെ കാലമെത്തിയപ്പോൾ സഭയിലെ പിടിച്ചുകുലുക്കിയ പാഷണ്ഡത, ആര്യൻ പാഷണ്ഡത രംഗപ്രവേശം ചെയ്തു. എന്താണ് ആര്യൻ പാഷണ്ഡത? പിതാവും പുത്രനും തുല്യ ആരാധനയ്ക്കും മഹത്വത്തിനും അർഹനല്ല എന്ന് ആരിയൂസ് എന്ന് പറഞ്ഞൊരു വൈദികൻ പഠിപ്പിച്ചു. പിതാവിന് തുല്യനല്ല ഒരിക്കലും പുത്രൻ. ഇതാണ് അദ്ദേഹത്തിൻ്റെ വാദം.
ആ വാദം സഭയെ പിടിച്ചുകുലുക്കി. പെട്ടെന്ന് കേട്ടാൽ സാമാന്യ യുക്തിക്ക് നിരക്കുന്നത് എന്ന് തോന്നിയ ആശയം ആത്യന്തികമായി സഭാഗാത്രത്തെ അങ്ങേയറ്റം പിളർപ്പിൻ്റെ വക്കിലെത്തിച്ചപ്പോൾ ചക്രവർത്തി തന്നെ മുൻകൈയെടുത്ത് മാർപ്പാപ്പായുടെ അനുവാദത്തോടെ സഭയുടെ ആദ്യത്തെ സൂനകദോസ് വിളിച്ചുകൂട്ടി. അവർ പരിശുദ്ധ ത്രിത്വത്തെക്കുറിച്ച് ആദ്യമായി പഠിപ്പിച്ചു. അതാണ് നിഖ്യാ സൂനകദോസിൻ്റെ വിശ്വാസ പ്രമാണം. അതാണ് ഇന്നും നമ്മൾ ഏറ്റുപറയുന്ന വിശ്വാസ പ്രമാണം. അവിടെ പരിശുദ്ധ ത്രിത്വത്തെ വിശദീകരിച്ചിരിക്കുന്നത് ഇപ്രകാരമാണ്: ദൈവം ഏകനാണ്, എന്നാൽ അവിടുത്തെ ഏകത്വം ത്രിത്വൈക കൂട്ടായ്മയാണ്. എന്നാൽ ദൈവത്തിൻ്റെ ത്രിത്വം 3 വ്യത്യസ്ത വ്യക്തികളായിരിക്കുമ്പോൾ തന്നെ സത്താപരമായി ഏകമാണ്. ഏകത്വം ത്രിത്വമാണ്, ത്രിത്വം ഏകത്വമാണ്. ഇതാണ് പരിശുദ്ധ കത്തോലിക്കാ സഭയുടെ ത്രിത്വ വിജ്ഞാനീയം. കത്തോലിക്കാ സഭയുടേത് എന്ന് മാത്രം നമുക്ക് പറയാൻ പറ്റില്ല. നമുക്കറിയാം, ആ കാലത്ത് ഒരു സഭയേ ഉണ്ടായിരുന്നു. ഓർത്തഡോക്സ് സഭകളുടെയും ഗ്രീക്ക് സഭകളുടെയും പ്രൊട്ടസ്റ്റൻ്റ് സഭകളുടെയും എല്ലാം വിശ്വാസ പൈതൃകമാണിത്. ദൈവം ത്രിത്വമാണ് എന്നുള്ള സത്യം. അതുകൊണ്ട് ദൈവത്തിൻ്റെ ത്രിത്വത്തിൽ വിശ്വസിച്ചുകൊണ്ടാണ് ഒരു ക്രിസ്ത്യാനി തൻ്റെ ജീവിതം ആരംഭിക്കുക. മാമോദീസ വെള്ളം തലയിലൊഴിക്കുമ്പോൾ അച്ഛൻ ചൊല്ലുന്ന പ്രാർത്ഥന നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് കാണും: പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നിന്നെ ഞാൻ മാമോദീസ മുക്കുന്നു. ഇതാണ് പറയുന്നത്. അതായത് പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. നമ്മുടെ പ്രാർത്ഥനകൾ തുടങ്ങുന്നത് അതെങ്ങനെയാണ്? ഓർക്കുക, പരിശുദ്ധ ത്രിത്വമാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ മുഴുവനും അടിസ്ഥാനം. അതുകൊണ്ട് തന്നെ ത്രിത്വവിജ്ഞാനീയത്തെ നിഷേധിക്കുന്ന പാഷണ്ഡതകൾ ഉണ്ടായപ്പോഴെല്ലാം സഭ അതിനെ ശക്തിയുക്തം എതിർത്തു. ഉദാഹരണം പറഞ്ഞാൽ ദത്തുപുത്രവാദം. അതായത് ഈ പിതാവായ ദൈവം ഈശോയെ മാമോദീസ വേളയിൽ ദത്തെടുത്തതാണ് എന്ന് പറയുന്ന ഒരു വാദം. സബേള്ളിയനിസം, സബേള്ളിയൂസിൻ്റെ വാദങ്ങളുണ്ട്. അതുപോലെ തന്നെ മൊണാർക്കിയനിസം, പിതാവാണ് എല്ലാവർക്കും അധികാരിയായുള്ളവൻ, പുത്രനും പരിശുദ്ധാത്മാവും പിതാവിൻ്റെ വീട്ടിലെ വേലക്കാരാണ്, ദാസന്മാരാണ് എന്ന് പറയുന്ന മൊണാർക്കിയനിസമുണ്ട്. അതുപോലെ പാത്രിപസിയാനിസം എന്ന് പറഞ്ഞൊരു പാഷണ്ഡതയുണ്ട്. അതായത് പിതാവാണ് സഹിച്ചത്, പുത്രനല്ല സഹിച്ചത്. യഥാർത്ഥത്തിൽ പിതാവേ ഉള്ളൂ, പിതാവാണ് എല്ലാ പ്രവൃത്തിയും ചെയ്തത്. പാത്രിപസിയാനിസം. പാത്രി എന്ന് പറഞ്ഞാൽ പിതാവിൻ്റെ, പസിയാനോ എന്ന് പറഞ്ഞാൽ സഹിക്കുക, പാസിയോ സഹിക്കുക. അങ്ങനെ പിതാവ് സഹിച്ചു എന്നൊരു വാദമുണ്ട്. അതുപോലെ തന്നെ ആര്യനിസം, അതേക്കുറിച്ച് ഞാൻ സൂചിപ്പിച്ചു. അതായത് പിതാവിനെ എതിർക്കുന്ന അല്ലെങ്കിൽ പരിശുദ്ധ ത്രിത്വത്തെ എതിർക്കുന്ന എല്ലാ പാഷണ്ഡതകളെയും സഭ കാലാകാലത്ത് എതിർത്തു. 5-ാം നൂറ്റാണ്ടിൽ നെസ്തോറിയൻ പാഷണ്ഡതയോടെയാണ് ഇതിനൊരു അവസാനം വന്നത്. അതായത് ഇതേക്കുറിച്ചൊക്കെ നമ്മൾ ചർച്ചകളിൽ വിശദമായി കാണുന്നതായിരിക്കും. ഇത്രമേൽ സഭ ശക്തിയുക്തം സംരക്ഷിക്കാൻ തക്ക വിധത്തിൽ പരിശുദ്ധ ത്രിത്വത്തിലുള്ള വിശ്വാസം സഭയുടെ വിശ്വാസത്തിൻ്റെ മുഴുവനും അടിസ്ഥാനമാണ്. പരിശുദ്ധ ത്രിത്വമില്ലെങ്കിൽ ക്രിസ്തുവില്ല, ക്രിസ്തുവില്ലെങ്കിൽ സഭയില്ല, സഭയില്ല എങ്കിൽ വിശ്വാസവുമില്ല. അതുകൊണ്ട് ഏകദൈവം പരിശുദ്ധ ത്രിത്വമാണ് എന്ന വിശ്വാസത്തെ ഏറ്റുപറയാൻ ഓരോ വിശ്വാസിയും കടപ്പെട്ടിരിക്കുന്നു എന്ന സത്യം ഓർക്കുക. കൂടുതൽ വിശദാംശങ്ങൾ ചർച്ചകളിലൂടെ നമുക്ക് എത്തിച്ചേരാവുന്നതാണ്. തീർച്ചയായും നിങ്ങളുടെ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങളുടെ ചർച്ചകൾ വളരെ ഭാവാത്മകമായിരുന്നു, ക്രിയാത്മകമായിരുന്നു എന്ന് ഞാൻ ശ്രദ്ധിക്കുകയുണ്ടായി. അതേ ഗൗരവബുദ്ധിയോടുകൂടി ഇന്നേ ദിവസത്തെ ചർച്ചകളിൽ നിങ്ങൾ പങ്കുചേരുക. അപ്പോൾ ത്രിത്വവിജ്ഞാനീയത്തെക്കുറിച്ച് ഒരു സമഗ്ര വീക്ഷണം രൂപപ്പെടുത്താൻ നമുക്ക് ഓരോരുത്തർക്കും മാത്രമല്ല പ്രേക്ഷകർക്കും സഹായകമാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. നിങ്ങൾ ചർച്ചയ്ക്കായുള്ള ചോദ്യങ്ങൾ ഈ സമയത്ത് കൂടിയാലോചിച്ച് രൂപപ്പെടുത്തിയെടുക്കാവുന്നതാണ്.
എല്ലാവരും വളരെ തിരക്കിട്ട ചർച്ചയിലാണെന്ന് തോന്നുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ അച്ഛൻ പറഞ്ഞ കാര്യങ്ങൾ ദയവായി നിങ്ങൾ ശ്രദ്ധിച്ചു കാണും അല്ലേ? തീർച്ചയായും നമ്മുടെ കഴിഞ്ഞ എപ്പിസോഡിലെ നിങ്ങളുടെ ചർച്ചകളും സംശയങ്ങളെല്ലാം മാന്യ പ്രേക്ഷകർ തീർച്ചയായും പറഞ്ഞിട്ടുണ്ട്. അവർ ചോദിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്ന കാര്യങ്ങൾ തീർച്ചയായും നിങ്ങളിലൂടെ തീർച്ചയായും അത് ചോദിച്ചിരുന്നു. അതിൻ്റെ ഉത്തരങ്ങൾ അവർക്ക് വളരെയധികം അവരുടെ സംശയങ്ങൾ പരിഹരിക്കാൻ കാരണമായെന്ന്. തീർച്ചയായും ഇന്നത്തെ ക്ലാസ്സിലും നമ്മുടെ മനസ്സിലുണ്ടായ സംശയം ചോദിക്കാനുള്ള സമയമാണ്. നിങ്ങൾ ഒരുങ്ങിയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ആരാണ് ആദ്യത്തെ ചോദ്യം ചോദിക്കുന്നത്? നമ്മുടെ നടുവിൽ സെൻറ് മേരീസ് സ്കൂളിൽ നിന്നും അവിടുത്തെ പ്രധാന അധ്യാപകനാണ് ജോൺ സാർ. ജോൺ സാറിന് ചോദ്യം ചോദിക്കൂ. നമ്മൾ വിശ്വാസ പ്രമാണത്തിൽ പിതാവിൽ നിന്നും പുറപ്പെടുന്ന സത്യാത്മാവും ജീവദാതാവുമായ ഏകദൈവത്തിൽ വിശ്വസിക്കുന്നു എന്ന് പറയുന്നുണ്ട്. അതുപോലെ വേറെ കുർബാന പുസ്തകത്തിൽ പിതാവിൽ നിന്നും അതിനുശേഷം ഒരു വരയിട്ടിട്ട് പുത്രനിൽ നിന്നും പുറപ്പെടുന്ന പരിശുദ്ധാത്മാവിൽ വിശ്വസിക്കുന്നു. ഈ വരയും കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? പിതാവിൽ നിന്നാണോ പുത്രനിൽ നിന്നാണോ എന്ന് ഒന്ന് വ്യക്തമാക്കണമെന്ന് അച്ഛനോട്. യെസ്, പ്രധാനാധ്യാപകനായതുകൊണ്ടും സാറിൻ്റെ താടി കണ്ടാൽ തന്നെ അറിയാം സാർ ഒരു ചിന്തകനാണ് അല്ലേ? സാറിൻ്റെ ചോദ്യവും അതുപോലെ ഗഹനമായൊരു ചോദ്യമാണ്. അതായത് ഈ കുർബാന പുസ്തകത്തിൽ വിശ്വാസ പ്രമാണത്തിൽ ഒരു വലിയ വിഷയമാണ്. ചിലയിടത്ത് ബ്രാക്കറ്റ് ഇട്ടിരിക്കുന്നു, ചിലയിടത്ത് ഹൈഫൺ വര വരച്ച് പുത്രനിൽ നിന്ന് പുറപ്പെടുന്നു എന്നൊരു സംശയം ഉണ്ട് എപ്പോഴും അല്ലേ? പിതാവിൽ നിന്ന് പുറപ്പെടുന്നു. ഇതൊരു നമ്മുടെ കുർബാന പുസ്തകത്തിൽ ബ്രാക്കറ്റ് ഇട്ടും വര വരച്ചും അഡ്ജസ്റ്റ് ചെയ്തിരിക്കുകയാണ്. എന്നാൽ അഡ്ജസ്റ്റ് ചെയ്യാതെ ഗ്രീക്ക് സഭ 1054 പാത്രിയാർക്കീസ് മൈക്കിൾ ചെർലാരിയൂസിൻ്റെ നേതൃത്വത്തിൽ ഈ ബ്രാക്കറ്റ് വെട്ടിയില്ല എങ്കിൽ, ബ്രാക്കറ്റ് അടക്കമുള്ള സാധനം വെട്ടിയില്ല എങ്കിൽ ഞങ്ങൾ സഭ വിട്ടുപോകുമെന്ന് പറഞ്ഞ് പേടിപ്പിച്ചു. വെട്ടാത്തത് കൊണ്ട് അവർ പിളർന്നുപോയി. അങ്ങനെയാണ് 1054 സഭയിലെ ഏറ്റവും വലിയ പിളർപ്പ്, ദ ഗ്രേറ്റ് സ്കിസം എന്നറിയപ്പെട്ട വിഷയം പോലും ഉണ്ടായത് ഇതിൻ്റെ പേരിൽ. സംഭവം ചരിത്രം ഇതാണ്. അതൊരു വലിയ ചരിത്രമുണ്ട് അതിൻ്റെ പിന്നിൽ. വെറുതെ ഒരു ബ്രാക്കറ്റിൽ തീരുന്ന വിഷയമല്ലത്. അതെന്നാന്ന് ചോദിച്ചാൽ കോൺസ്റ്റാന്റിനോപ്പിൾ സൂനകദോസുകൾ ഈ വിശ്വാസ പ്രമാണം മുഴുവനും രൂപീകരിച്ചു. 381 ഇത് പൂർത്തീകരിക്കപ്പെട്ടു. ഈ അത് സാർവത്രിക സൂനകദോസിൻ്റെ വിശ്വാസ പ്രമാണമാണ്. ഈ വിശ്വാസ പ്രമാണത്തെ 6-ാം നൂറ്റാണ്ടിൽ ഇറ്റലിയിൽ കൂടിയ ടൊളേദോ നഗരത്തിൽ കൂടിയ പ്രാദേശിക സൂനകദോസുകളിൽ ഈ വിശ്വാസ പ്രമാണത്തിൽ അവർ ഒരു കാര്യം കൂട്ടിച്ചേർത്തു. ഏതാണ്? പരിശുദ്ധാത്മാവ് പിതാവിൽ നിന്ന് പുറപ്പെടുന്നു എന്ന് പറഞ്ഞ് ശരിയല്ല, പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്നു. പാശ്ചാത്യ സഭ ഈ വിശ്വാസത്തെ അങ്ങ് സ്വീകരിച്ചു. ടൊളേദോ എന്ന് പറയുന്നത് പ്രാദേശിക സമിതിയാണ്. ഇപ്പോൾ റോമിൽ 2-ാം വത്തിക്കാൻ കൗൺസിലിൽ എടുത്ത ഒരു തീരുമാനത്തെ കേരളത്തിലെ KCBC മെത്രാൻ സമിതി തിരുത്തിയാൽ അത് ശരിയാവുമോ? ഇല്ല. എല്ലാവരും കൂടി പരിശുദ്ധ പിതാവിൻ്റെ അധ്യക്ഷതയിൽ എടുത്ത തീരുമാനത്തെ ഏതെങ്കിലും ഒരു പ്രാദേശിക സമിതി തിരുത്തിയാൽ അത് ശരിയല്ല, അത് തെറ്റായ നടപടിയാണ്. അതുകൊണ്ട് തന്നെ പൗരസ്ത്യ സഭകൾ ഒന്നടങ്കം പറഞ്ഞു ഈ തിരുത്തൽ ഞങ്ങൾ അംഗീകരിക്കുകയല്ല. കാരണം ഒരു സാർവത്രിക സൂനകദോസിൻ്റെ വിശ്വാസ സത്യത്തെ നിരസിക്കാൻ, അതിനെ തിരുത്താൻ ഈ പ്രാദേശികരായി കൂടിയ 10-50 മെത്രാന്മാർക്ക് എന്താണ് അവകാശം? അത് അംഗീകരിക്കുന്ന പ്രശ്നമില്ല എന്ന് പറഞ്ഞ് ഈ ടെൻഷൻ തുടങ്ങി. അതിനെയാണ് സഭാചരിത്രത്തിൽ ഫീലിയോക്കെ എന്ന വിവാദമായി അറിയപ്പെടുന്നത്. ഫീലിയോക്കെ എന്ന് പറഞ്ഞാൽ ലത്തീൻ ഭാഷയെ അറിയാവുന്നവർക്കറിയാം. ഫീലിയൂസ് എന്ന് പറഞ്ഞാൽ പുത്രൻ, ഫീലിയോ എന്ന് പറഞ്ഞാൽ പുത്രനിൽ നിന്ന് എന്നുള്ളത്. ക്വേ ആൻഡ് ഒരു കൺജങ്ഷനാണ് ക്വേ. ഫീലിയോക്കെ എന്ന് പറഞ്ഞാൽ ആൻഡ് ഫ്രം ദ സൺ എന്നാണ്. ഹോളി സ്പിരിറ്റ് ഈസ് പ്രൊസീഡിങ് ഫ്രം ദ ഫാദർ ആൻഡ് ഫ്രം ദ സൺ എന്നവർ കൂട്ടിച്ചേർത്തു. ആ കൂട്ടിച്ചേർക്കൽ സഭാചരിത്രത്തിൽ വലിയ കലാപമായി തീർന്നു. പാശ്ചാത്യ സഭയും പൗരസ്ത്യ സഭയും തമ്മിൽ ഭയങ്കര വിവാദങ്ങളുണ്ട്. വിവാദങ്ങളിലൂടെ സംഭവിച്ചെന്താ? 1054 പാശ്ചാത്യ സഭ ഇത് തിരുത്താത്തതിൻ്റെ പേരിൽ മൈക്കിൾ ചെർലാരിയൂസ് എന്ന് പറയുന്ന പാത്രിയാർക്കീസ് ഗ്രീക്ക് സഭ ഒന്നാകെ കത്തോലിക്ക കൂട്ടായ്മയിൽ നിന്ന് പിരിഞ്ഞുപോയി.
അതൊരു ചില്ലറ വിഷയമല്ല. ഇതിൽ ആര് പറയുന്നതാണ് ശരി എന്നുള്ളത് വലിയൊരു വിവാദമായി തീർന്നു. 12-ാം പീയൂസ് മാർപ്പാപ്പയാണ് പിന്നീട് പറഞ്ഞത്, ഇത് രണ്ടിൻ്റെയും പേര് വിവാദം വേണ്ട, പിതാവിൽ നിന്ന് പുറപ്പെടുന്നു എന്ന് പറയുന്നതും പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്നു എന്ന് പറയുന്നതും ഒരേ സത്യം തന്നെയാണ്. പിതാവാണ് പരിശുദ്ധാരൂപിയുടെ ഉറവിടം, ആ കാര്യത്തിൽ സംശയമില്ല. 12-ാം പീയൂസ് പാപ്പ പറഞ്ഞു പിതാവിൽ നിന്ന് പുറപ്പെടുന്നു, പിതാവിൽ നിന്ന് പുത്രൻ്റെ സഹായത്താൽ പരിശുദ്ധാരൂപി പുറപ്പെടുന്നു എന്ന അർത്ഥത്തിൽ പാശ്ചാത്യ വിശ്വാസത്തെയും പിതാവിൽ നിന്ന് നേരിട്ട് പുറപ്പെടുന്ന പരിശുദ്ധാത്മാവിനെ കുറിച്ച് പൗരസ്ത്യ സഭ പഠിപ്പിക്കുന്നതായും ചിന്തിക്കുക. ഈ രണ്ട് വിശ്വാസ സത്യങ്ങളും ഒരുപോലെ ശരിയാണ് എന്ന് പരിശുദ്ധ പിതാവ് പഠിപ്പിച്ചിട്ടുള്ളതിനാൽ ഇതിലേതാ ശരി എന്നുള്ള വിഷയം ഇവിടെ ഉദിക്കുന്നില്ല. പക്ഷെ ഇന്നും ആ വ്യത്യാസം പൗരസ്ത്യ സഭകൾ സൂക്ഷിക്കുന്നുണ്ട്. പരിശുദ്ധാത്മാവ് പിതാവിൽ നിന്ന് പുറപ്പെടുന്നു, ഇതാണ് പൗരസ്ത്യ സഭകളുടെ വിശ്വാസം. സീറോ മലബാർ, സീറോ മലങ്കര, അതുപോലെ പൗരസ്ത്യ സഭകളുടെ 22 എണ്ണവും ഈ വിശ്വാസത്തെ മുറുകെ പിടിക്കുമ്പോൾ പാശ്ചാത്യ സഭ പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്നു. സീറോ മലബാർ സഭയ്ക്ക് ഈ പാശ്ചാത്യ സഭയുമായിട്ടുള്ള വലിയ സമ്പർക്കം 400 കൊല്ലം ഉണ്ടായിരുന്നത് കൊണ്ട് ആ ഒരു പാരമ്പര്യത്തെ കൂടി ഓർമ്മിപ്പിക്കുന്നതാണ് ഈ പുത്രനിൽ നിന്ന് പുറപ്പെടുന്നു എന്നുള്ള പാശ്ചാത്യ പാരമ്പര്യം കൂടി നമ്മുടെ കുർബാന പുസ്തകത്തിൽ നിലനിൽക്കുന്നതിൻ്റെ കാരണം അതാണ്. അതുകൊണ്ട് രണ്ടും കൂടി ചേർത്ത് ചെല്ലിയാലും ബ്രാക്കറ്റോ വരയോ വിട്ടു ചെല്ലിയാലോ വിശ്വാസ പ്രമാണത്തിൻ്റെ അന്തസത്തയ്ക്ക് മാറ്റം വരുന്നില്ല എന്ന് മനസ്സിലാക്കുക. വളരെ നല്ല രീതിയിൽ, പ്രത്യേകിച്ചും ഇത് പ്രേക്ഷകർക്കും അധ്യാപകർക്കും ഒരേപോലെ തന്നെ വളരെ ഉപകാരപ്രദമായ ഒരു സംശയ നിവാരണമായിരുന്നു. ചരിത്ര പഠനം കൂടെ ഇതിന് പിന്നിലുണ്ട് എന്നുള്ള കാര്യം തീർച്ചയായും നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. താങ്ക് യു. ഇനി ആരാണ് ചോദിക്കുന്നത്? നടുവിൽ സെന്റ് മേരീസ് സൺഡേ സ്കൂളിലെ മതാധ്യാപകൻ സണ്ണി സാറാണ്. സണ്ണി സാർ ചോദിക്കൂ. നേരത്തെ അച്ഛൻ വിശദീകരണം നൽകിയ സമയത്ത് പിതാവിൻ്റെ പിതൃത്വം ആരംഭിക്കുന്നത് പുത്രൻ്റെ ജന്മത്തോടു കൂടിയാണെന്ന് പറഞ്ഞു. പക്ഷെ പിതാവിൻ്റെ പിതൃത്വം നമ്മൾ ബൈബിളിൽ കാണുന്നത് പരിശുദ്ധാത്മാവിനാൽ പൂരിതയായി അവൾ ഗർഭവതിയായി എന്നാണ്. അപ്പോൾ ആ പിതൃത്വം പിതാവിലാണോ പരിശുദ്ധാത്മാവിലാണോ? ഒന്നാമത്തെ ഒരു സംശയം. രണ്ടാമതൊന്നും കൂടെ കൂട്ടി ചോദിക്കട്ടെ അതിൻ്റെ കൂടെ. ഇപ്പോൾ മാതാവിൻ്റെ കാര്യം വിശദീകരിച്ച സമയത്ത് മാതാവ് ദൈവ മാതാവാണ്, മനുഷ്യനായ യേശുവിൻ്റെ മാതാവല്ല എന്ന് അച്ഛൻ പറഞ്ഞു വെച്ചു. പക്ഷേ പുത്രൻ ജന്മമെടുക്കുന്നത് പിതാവിൽ നിന്ന് തന്നെയാണ്, പിതാവിൽ തന്നെയാണ്. പിതാവും പുത്രനും രണ്ടല്ല യഥാർത്ഥത്തിൽ പറഞ്ഞാൽ. അങ്ങനെയെങ്കിൽ പുത്രന് ഭൂമിയിലേക്ക് വരാനുള്ളൊരു വാതായനം മാത്രമല്ലേ മാതാവ്? അതിലപ്പുറത്തേക്ക് മറിയം ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ പുത്രൻ ദൈവത്തിലുണ്ടായിരുന്നു, ദൈവത്തിൻ്റെ ഭാഗം തന്നെയാണ്, ദൈവത്തിൻ്റെ അസ്തിത്വം തന്നെയാണ്. അങ്ങനെയെങ്കിൽ ഇതിന് എങ്ങനെയാണ് ഇത് ചേർന്ന് പോവുക? ഒന്ന് വിശദീകരിച്ച് തന്നാൽ നന്നായി. ഇത് വളരെ സഭാ ചരിത്രത്തിൽ വലിയ വിഷയങ്ങൾ ഉണ്ടാക്കിയ വിഷയമാണ്. ഒന്നാമത് ചോദിച്ച ചോദ്യം ഏതായിരുന്നു? പിതാവിന്റെ പിതൃത്വം ആരംഭിക്കുന്നത് പരിശുദ്ധാത്മാവിൽ നിന്നല്ലേ മറിയം ഗർഭം ധരിക്കുന്നത്? ഈ ഒരു ചോദ്യം അല്ലേ? അങ്ങനെയാണെങ്കിൽ പിതാവായ ദൈവമാണ് ഇതിൻ്റെ ഉത്തരവാദി അതോ പരിശുദ്ധാത്മാവാണോ ഉത്തരവാദി? ഇതാണ് ചോദ്യം. വാസ്തവത്തിൽ പിതാവായ ദൈവത്തിൽ നിന്ന് നിത്യമായി ജനിച്ചവനാണ് ഈശോ. ഈശോയ്ക്ക് വേറൊരു ജനനം വേണ്ട, മറിച്ച് പരിശുദ്ധ കന്യകാമറിയത്തിൽ ആ നിത്യതയിലെ പുത്രനെ അവതീർണനാക്കുന്നത് പരിശുദ്ധാത്മാവ് മറിയത്തിൽ പ്രവർത്തന നിരതനായപ്പോഴാണ്. പരിശുദ്ധാത്മാവ് മറിയത്തിൽ നിർവഹിക്കുന്നത് ഒരു ഭർതൃധർമ്മമോ പുരുഷധർമ്മമോ അല്ല, മറിച്ച് നിത്യതയിൽ പിതാവിനോടൊത്തായിരുന്ന പുത്രനെ സ്വീകരിക്കാൻ പരിശുദ്ധ അമ്മയുടെ തിരുവുദരത്തെ ഒരുക്കുന്ന ധർമ്മമാണ് പരിശുദ്ധാത്മാവ് നിർവഹിക്കുന്നത്. അതുകൊണ്ട് പുത്രൻ തമ്പുരാൻ്റെ പിതാവ് എപ്പോഴും പിതാവായ ദൈവം തന്നെയാണ്. പരിശുദ്ധാത്മാവ് ചെയ്യുന്നത് പരിശുദ്ധ കന്യകാമറിയത്തിൽ എന്താണ്? ഈ നിത്യതയിലെ പുത്രനെ അമ്മയുടെ ഉദരത്തിൽ സ്വീകരിക്കാൻ പരിശുദ്ധ അമ്മയെ സജ്ജമാക്കി. മാലാഖ അത് തന്നെയല്ലേ പറയുക? അത്യുന്നതൻ്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും, നിന്നിൽ നിന്ന് ജനിക്കുന്നവൻ
ദൈവത്തിൻ്റെ പരിശുദ്ധൻ, ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. അതുകൊണ്ട് ദൈവപുത്രൻ തന്നെയാണ്, ആ കാര്യത്തിൽ മാറ്റമില്ല. പരിശുദ്ധാത്മാവ് മറിയത്തിൽ നടത്തുന്ന പ്രവർത്തനം, അതിനെ ശരിയായ അർത്ഥത്തിൽ മനസ്സിലാക്കിയാൽ ഈ ആദ്യത്തെ ചോദ്യത്തിന് ഉത്തരമായി എന്ന് ഞാൻ വിചാരിക്കുന്നു, അല്ലേ? യെസ്. രണ്ടാമത്തെ ചോദ്യം പരിശുദ്ധ കന്യകാമറിയം, അത് ഇതിനോട് ചേർന്ന് പോകുന്ന ചോദ്യം തന്നെയാണ്. സാറ് ഈശോ പറഞ്ഞതുപോലെ വളരെ ബുദ്ധിപൂർവ്വം ചോദ്യം ചോദിക്കുന്ന ഒരു യുവാവിനോട് ഈശോ പണ്ട് പറഞ്ഞു, അല്ലേ? സാർ വളരെ ബുദ്ധിപൂർവ്വം ചോദ്യം ചോദിച്ചു എന്ന് പറഞ്ഞ പോലെ. യെസ്. അതായത് അങ്ങനെ മാതാവിൽ നിത്യതയുടെ പുത്രൻ വന്ന് ജനിച്ചതാണ് എങ്കിൽ മാതാവ് യഥാർത്ഥത്തിൽ ദൈവമാതാവാണോ? അതാണ് നെസ്തോറിയസിൻ്റെ പാഷണ്ഡതയും വിഷയങ്ങളും സംഭവിച്ചത്. എന്താണ് എന്ന് ചോദിച്ചാൽ, നിത്യതയിൽ നിന്ന് ജനിച്ച ദൈവപുത്രൻ ശരീരമെടുത്തത്, മനുഷ്യ ശരീരമെടുത്തത് എവിടെ നിന്നാണ്? പരിശുദ്ധ കന്യകാമറിയത്തിൽ നിന്ന്. ആ തൻ്റെ പുത്രൻ്റെ മാതാവാകേണ്ടവളെ ദൈവം അനാദിയിലെ ഒരുക്കി ജന്മപാപമില്ലാതെ അമലോത്ഭവയായി ജനിപ്പിച്ചു എന്നുകൂടി നമ്മൾ ഓർക്കണം. അപ്രകാരം ദൈവം പ്രത്യേകം സജ്ജമാക്കിയ അമ്മയുടെ ഉദരത്തിൽ നിന്നാണ് ഈശോ ശരീരമെടുക്കുന്നത്. അപ്പോൾ ഈശോയുടെ മനുഷ്യ ശരീരത്തിൻ്റെ മാതൃത്വം തീർച്ചയായും ആരുടേതാണ്? പരിശുദ്ധ കന്യകാമാതാവിൻ്റേതാണ്. പക്ഷേ ഈശോയുടെ മനുഷ്യത്വത്തിൻ്റെ മാത്രം അമ്മയാണ് പരിശുദ്ധ മറിയം എന്ന് പറഞ്ഞാൽ ഒരു വലിയ കുഴപ്പമുണ്ട്. ഏതാണ്? മനുഷ്യാവതാരം ചെയ്ത ഈശോ ദൈവമല്ല എന്ന് സ്ഥാപിക്കേണ്ടി വരും, ഇല്ലേ? സഭയുടെ വിശ്വാസം എന്താണ്? ഈശോ പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമാണ് എന്ന് മാത്രമല്ല, ഈശോയുടെ മനുഷ്യ വ്യക്തിത്വം വേർതിരിക്കാനാവാത്ത വിധത്തിൽ ദൈവീക വ്യക്തിത്വത്തിൽ ഉൾച്ചേർന്നിരിക്കുന്നു എന്നും, അതുകൊണ്ട് തന്നെ യേശുവിൽ ഒരു വ്യക്തിത്വമേ ഉള്ളൂ, അത് ദൈവീക വ്യക്തിത്വമാണ് എന്നും നമ്മൾ വിശ്വസിക്കുന്നു. മനുഷ്യാവതാരം ചെയ്ത ഈശോയുടെ വ്യക്തിത്വം ഏത് വ്യക്തിത്വമാണ്? ദൈവീക വ്യക്തിത്വമാണ്. ദൈവീക വ്യക്തിത്വമാണ് ഈശോയുടെ. അങ്ങനെ മനുഷ്യാവതാരം ചെയ്ത ഈശോ ദൈവീക വ്യക്തിയാണ് എങ്കിൽ ആ ഈശോയുടെ അമ്മയെ എന്തെന്ന് വിളിക്കണം? എന്തെന്ന് വിളിക്കണം? ദൈവത്തിൻ്റെ മാതാവ് എന്ന് വിളിക്കണം. അതാണ് സഭ ചെയ്യുന്നത്. അതുകൊണ്ട് അതിൽ യാതൊരു വൈരുദ്ധ്യവും ഇല്ല എന്ന് 431 എഫേസൂസ് സൂനകദോസ് പഠിപ്പിച്ചത് ശരിയാണ് എന്ന് യുക്തിപൂർവ്വം ആലോചിച്ചാൽ നമുക്ക് മനസ്സിലാകും. വീണ്ടും ആരാണ് ചോദിക്കുന്നത്? നമ്മുടെ ഈ സെഷനിലെ അവസാനത്തെ ചോദ്യം ചോദിക്കുകയാണ്. നമ്മുടെ ആൻഡോ സാറ് ചെമ്മന്തൊട്ടി സൺഡേ സ്കൂളിലെ മതാധ്യാപകനാണ്. സാറ് ചോദിക്കൂ. വിശ്വാസ സത്യങ്ങളിൽ പരിശുദ്ധാത്മാവിൽ വിശ്വസിക്കുന്നു എന്ന് നാം കാണുന്നു. ഈ പരിശുദ്ധാത്മാവിൽ വിശ്വസിക്കുന്നു എന്ന് പറയുമ്പോൾ പരിശുദ്ധാത്മാവിന് ദാനങ്ങളിലും ഫലങ്ങളിലും വരങ്ങളിലും വിശ്വസിക്കുന്നു എന്ന് മാത്രമാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത്? പരിശുദ്ധാത്മാവിൽ വിശ്വസിക്കുന്നു എന്ന് പറയുമ്പോൾ പരിശുദ്ധാത്മ വരദാനങ്ങളിലുള്ള വിശ്വാസമാണ് ഉദ്ദേശിക്കുന്നത് എന്നാണ് സാറിൻ്റെ ചോദ്യം. അതുമാത്രമല്ല, പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞാൽ പരിശുദ്ധ ത്രിത്വത്തിലെ മൂന്നാമത്തെ ആളായ പരിശുദ്ധാത്മാവ് എന്ന വ്യക്തിയിൽ ഞാൻ വിശ്വസിക്കുന്നു എന്നാണ് അതിൻ്റെ പ്രഥമ അർത്ഥം. പരിശുദ്ധാത്മാവിൽ വിശ്വസിച്ചെങ്കിലേ പരിശുദ്ധ ത്രിത്വത്തിലുള്ള വിശ്വാസം പൂർണ്ണമാവുള്ളൂ, അല്ലേ? അതുകൊണ്ട് പരിശുദ്ധാത്മാവിൽ വിശ്വസിക്കുന്നു എന്ന് പറയുമ്പോൾ പരിശുദ്ധാത്മാവ് എന്ന വ്യക്തിയിൽ വിശ്വസിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. രണ്ടാമതായി അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിനാൽ വഴി നടത്തപ്പെടുക എന്നാണ് അർത്ഥം. അത് പരിശുദ്ധാത്മ വരദാനങ്ങളിലൂടെ സംഭവിക്കുന്ന സത്യമാണ്. മൂന്നാമതായി പരിശുദ്ധാത്മാവിൽ വിശ്വസിക്കുന്നു എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവ് വഴി നടത്തുന്ന തിരുസഭയിൽ അംഗമാവുക എന്നാണ് അതിൻ്റെ അർത്ഥം. പരിശുദ്ധാത്മാവിൽ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അവസാനത്തെ അർത്ഥം നിത്യതയിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്ന, സ്വർഗത്തിൽ നമ്മളെ എത്തിക്കുന്ന ആരാണ്? പരിശുദ്ധാത്മാവാണ്. അതുകൊണ്ട് നിത്യഭാഗ്യത്തിലേക്ക് ഞാൻ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഈ 4 തലങ്ങളും ചേർന്നതാണ്
പരിശുദ്ധാത്മാവിലുള്ള വിശ്വാസം. ഇന്നത്തെ സി കാറ്റിൻ്റെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുമ്പോൾ സാർവത്രിക മതബോധന ഗ്രന്ഥത്തിലെ വിശ്വാസ പ്രമാണം, അതിൽ പ്രധാനമായും നമ്മൾ ചർച്ച ചെയ്തിരുന്ന പരിശുദ്ധ ത്രിത്വത്തെക്കുറിച്ചുള്ള ചർച്ചകൾ ഇവിടെ പൂർണ്ണമാവുകയാണ്. വളരെ ലളിതവും നമുക്ക് ഏവർക്കും മനസ്സിലാകുന്ന രീതിയിൽ ഇത്ര ഗഹനമായൊരു വിഷയത്തെ, പ്രത്യേകിച്ചും പാരമ്പര്യത്തിൻ്റെയും കഴിഞ്ഞ കാലഘട്ടങ്ങളിലുണ്ടായിരുന്ന പാഷണ്ഡതകൾ അല്ലെങ്കിൽ ചില ചിന്തകളെക്കുറിച്ചുള്ള അസ്വസ്ഥതകൾ നമുക്ക് മനസ്സിലാകുന്ന രീതിയിൽ വളരെ നല്ല രീതിയിൽ തന്നെ അച്ഛൻ നമുക്ക് വിശദീകരിച്ചു തന്നിരുന്നു. തീർച്ചയായും ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുമ്പോൾ നമ്മുടെ വിശ്വാസ ജീവിതത്തിൻ്റെ അടിസ്ഥാനമായ പരിശുദ്ധ ത്രിത്വത്തിൽ കൂടുതൽ വിശ്വസിക്കുവാൻ ഇത് കാരണമായിട്ടുണ്ടാകും എന്ന് വിചാരിക്കുകയാണ്. അറിവ് സ്നേഹത്തിലേക്കും, സ്നേഹം കൂടുതൽ വിശ്വാസത്തിലേക്കും നമ്മളെ നയിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഈ എപ്പിസോഡിൽ നമ്മുടെ കൂടെ ആയിരുന്നുകൊണ്ട് നമ്മുടെ ചിന്തകളെ മുന്നോട്ട് നയിക്കുകയും സംശയങ്ങൾക്ക് പരിഹാരം നൽകുകയും പരിശുദ്ധ ത്രിത്വത്തെ നമുക്ക് മനസ്സിലാക്കി തരികയും ചെയ്ത ക്ലാസ് നയിച്ച ഏറ്റവും പ്രിയപ്പെട്ട ഡോക്ടർ ജോസഫ് പാംബ്ലാനി അച്ഛന് ഞങ്ങളുടെ എല്ലാവരുടെയും പേരിലുള്ള ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. ഈ എപ്പിസോഡിൽ വളരെ ക്രിയാത്മകമായ ചർച്ചകൾ കൊണ്ട് മനോഹരമാക്കിയ ചെമ്മന്തൊട്ടി സെൻറ് ജോർജ് സൺഡേ സ്കൂളിലെയും നടുവിൽ സെൻറ് മേരി സൺഡേ സ്കൂളിലെയും മതാധ്യാപകർക്ക് ഞങ്ങളുടെ എല്ലാവരുടെയും പേരിലുള്ള നന്ദി സ്നേഹപൂർവ്വം അറിയിക്കുന്നു. ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ സംശയങ്ങൾ പ്രേക്ഷകരായ നിങ്ങൾക്ക് ഓരോരുത്തർക്കും എഴുതി അറിയിക്കാവുന്നതാണ്. പരിശുദ്ധ ത്രിത്വത്തെക്കുറിച്ചും മുൻ എപ്പിസോഡുകളിൽ നമ്മൾ ചർച്ച ചെയ്ത വിഷയത്തെക്കുറിച്ചുമുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും സംശയങ്ങളും കത്തുകളിലൂടെയും ഇമെയിലിലൂടെയും ഞങ്ങൾക്ക് എഴുതി അറിയിക്കാവുന്നതാണ്. നിങ്ങൾ നിങ്ങളുടെ സംശയങ്ങൾ എഴുതേണ്ട വിലാസം: To the producer, C-CAT, Shalom Television, പെരുവണ്ണാമൂഴി PO, കോഴിക്കോട്, പിൻകോഡ് 673528. സി കാറ്റിൻ്റെ അടുത്ത എപ്പിസോഡിൽ ഒരു പുതിയ വിഷയമായി നാം കണ്ടുമുട്ടുന്നതായിരിക്കും. അതുവരെയും പ്രാർത്ഥിച്ചും ഈ വിഷയമായി കൂടുതൽ പഠിച്ചും നമുക്ക് അതിനുവേണ്ടി ഒരുങ്ങാം. അടുത്ത എപ്പിസോഡിൽ കാണും വരെയും പ്രാർത്ഥനാപൂർവ്വം നമുക്ക് കാത്തിരിക്കാം.